ഡിജിറ്റൽ യുഗത്തിൽ പുസ്തക വായനയ്ക്ക് പ്രാധാന്യമുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തൊടുപുഴയിൽ നടക്കുന്ന പുസ്തകോത്സവം സന്ദർശിച്ചാൽ ലഭിക്കും. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയാണ് പുസ്തകോത്സവത്തിന്റെ സംഘാടകർ. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കുറുങ്കവിതയുടെ ഒന്നാമത്തെ വരികളാണിത്. വായിച്ചു വളരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ തൊടുപുഴയിൽ ധാരാളമാണ്. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി നടത്തുന്ന പുസ്തകോത്സവം സന്ദർശിച്ചാൽ ഇക്കാര്യം വളരെ വ്യക്തമാണ്. വെങ്ങല്ലൂരിലെ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായിട്ടാണ് പുസ്തകോത്സവം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സംസ്ഥാനത്തെ പ്രമുഖരായ 48ഓളം പ്രസാധകരാണ് പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നത്. വിവിധ പ്രസാധകരുടെ പുസ്തകങ്ങൾ 60ഓളം സ്റ്റാളുകളിലായിട്ടാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ 250-ൽ പരം ലൈബ്രറികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഏറ്റവും പുതിയ പുസ്തകങ്ങൾ മേളയിൽ നിന്നും തിരഞ്ഞെടുക്കുവാനുള്ള അവസരമുണ്ട്. ആധുനിക കാലഘട്ടത്തിലും പുസ്തകമേളയുടെ പ്രസക്തി വർദ്ധിക്കുകയാണെന്ന് പുസ്തകമേള സന്ദർശിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ജിജി കെ ഫിലിപ്പ് അഭിപ്രായപ്പെട്ടു. അറിവ് മാത്രം പ്രതീക്ഷയും ഒരു പ്രത്യാശയുമായി തീരുന്ന ഒരു കാലയളവിൽ സ്വാഭാവികമായും പുസ്തകങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്. ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസമായി തൊടുപുഴയിൽ വളരെ വിപുലമായ രീതിയിൽ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പ്രസാധകരും അവരുടെ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ അടക്കമുള്ള ഒരു പുസ്തക ശേഖരവുമായി നമ്മുടെ തൊടുപുഴയിൽ പുസ്തകമേള നടക്കുകയാണ്. തീർച്ചയായും വായനക്കാരെ സംബന്ധിച്ച്, പുസ്തക പ്രേമികളെ സംബന്ധിച്ച്, അറിവ് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു വലിയ ഉത്സവം തന്നെയാണ്. നമ്മുടെ ലോകത്താകമാനമുണ്ടാകുന്ന കെടുതികൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമെല്ലാം അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് പുസ്തകം ഒരേ സമയം ഒരു ഔഷധവുമാണ്, അതേസമയം ഒരു പരിഹാരവുമാണ്. അത്തരത്തിൽ പുസ്തകങ്ങളുടെ പ്രസക്തി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന കാലയളവിൽ ലോകത്തിലേക്ക് സഞ്ചരിക്കാൻ, ഈ പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കാൻ മനുഷ്യന് ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് പുസ്തകം മാത്രമാണ്. അത്തരത്തിലുള്ള വളരെ വിപുലമായ ഒരു അവസരമാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ നമ്മുടെ തൊടുപുഴയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. നമ്മോട് വിട പറഞ്ഞ പ്രമുഖ കവികളായ OV വിജയൻ, A അയ്യപ്പൻ, സുഗതകുമാരി, വൈക്കം മുഹമ്മദ് ബഷീർ, വയലാർ രാമവർമ്മ, കടമനിട്ട രാമകൃഷ്ണൻ, IV ദാസ്, PN പണിക്കർ അടക്കമുള്ള പ്രിയപ്പെട്ട കവികളുടെ ചിത്രങ്ങളും പ്രവേശന കവാടത്തിൽ നിറഞ്ഞിരിക്കുന്നതും ഏറെ അവിസ്മരണീയമാണ്. വായനയെ സ്നേഹിക്കുന്നവർ, നിരന്തരം വായിക്കുന്നവർ, വായിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇവിടം സന്ദർശിക്കണം. വായനയ്ക്കായുള്ള ഒരു വലിയ ലോകമാണ് അടുത്ത 3 ദിവസങ്ങളിലായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്, എന്നാ സ്പീഡാ കേരള വിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.